ഇപ്പൊ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. എന്താണ് സംഭവം എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എന്റെ അമ്മേ, അപ്പോൾ ഗൈസ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകാം. 2255 നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പം നേരം പരപര വെളുത്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ് വണ്ടിയിലൂടെ കയറിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് ഈ ഭാഗത്തൂടെ ആയിരിക്കും നമ്മൾ കയറി പോകേണ്ടത്. നമ്മുടെ വണ്ടി ടാറ്റ ബൈ ബൈ. നമുക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പ് പോവാണ്, കോട്ടയം ടു കാലിക്കറ്റ്. വന്ദേ ഭാരത് വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കാണുന്നത് റിഫ്രഷ്മെൻറ്റ് റൂമാണ്. തേജസ് കേറ്റേഴ്സ് റിഫ്രഷ്മെൻറ്റ് റൂം. ഭയങ്കര സ്മെല്ലാട്ടോ, ഒരു രക്ഷയില്ല. അവിടെ മാലിന്യം നിക്ഷേപിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മാലിന്യമുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മൾ ഏതോ റോങ് എൻട്രൻസിലാണ് വന്നത്. ഇത് മെയിൻ എൻട്രൻസ് ഒന്നുമല്ല. മെയിൻ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും വന്നത് ഈ ലോഡിങ്ങിൻ്റെ ഒക്കെ സ്ഥലത്തൂടെയാണ്. ഇത് നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ആർ യു ഗൈസ് എക്സൈറ്റഡ്? അതെ. കോട്ടയത്തെ അതിമനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇതിപ്പോൾ ഏതോ ഒരു ട്രെയിൻ റെഡി ആവുന്ന എഴുതിയിരിക്കുന്നത്. അത് ഹിന്ദിയിലും അത് വായിച്ചത്. എനിക്ക് ഹിന്ദി വായിക്കാനും അറിയത്തില്ലേ? ലോറയ്ക്ക് മനസ്സിലായോ മോനെ എങ്ങനെയാണ് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ? മനസ്സിലായോ? കണ്ടോ, ഇതൊക്കെ എല്ലാം ട്രെയിനുകളാണ് കിടക്കുന്നത്. നമുക്കിനി 3 days. ഇപ്പം അയ്യപ്പന്മാരുടെ സീസണല്ലേ, അതാണ് ഇപ്പോൾ ഈ അയ്യപ്പന്മാരെല്ലാം വന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. അവർ സ്റ്റേ ചെയ്യുന്നല്ല, അവർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അവർ ടയേർഡായി കഴിയുമ്പോൾ അവർ ഇച്ചിരി റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു സൗകര്യം വേണം എവിടെയെങ്കിലൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ. കഴിച്ച് നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:43. നമ്മളിപ്പോൾ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിന്നൊരു ഫാമിലി ട്രിപ്പ് പോവാണ്, കോട്ടയം ടു കാലിക്കറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ദേ ഭാരതിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ട്രെയിൻ ടിക്കറ്റിൽ എടുത്തു തന്നത് അഭിജിത്ത് ഭക്തനാണ് കേട്ടോ. അഭിജിത്ത് ഭക്തൻ, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റ് അബിയോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ടിക്കറ്റ് വേണം. ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം IRCTCയുടെ ഒരു വെബ്സൈറ്റിലൊക്കെ കയറണമെങ്കിൽ ഇന്ത്യൻ ലോക്കൽ മൊബൈൽ നമ്പറൊക്കെ വേണം. അപ്പോൾ ഞാൻ ആ സംഭവങ്ങളൊന്നും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സുഹിത്രോട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ടിക്കറ്റ് വേണം. അപ്പോൾ സുഹിത്രോട് പറഞ്ഞു നേരെ അബിനെ കോൺടാക്ട് ചെയ്യുക, അബി അതിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്തു തരുമെന്ന്. അബിനെ കോൺടാക്ട് ചെയ്തു. അബി നിമിഷങ്ങൾക്കകം പടപടയെന്ന് എനിക്ക് ടിക്കറ്റുകളെല്ലാം കിട്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി പോകുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ആ ഒരു വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ വന്ദേ ഭാരതിൻ്റെ AC എക്സിക്യൂട്ടീവ് ചെയറാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം എക്സിക്യൂട്ടീവ് ചെയർ അല്ല, അതെല്ലാം ജസ്റ്റ് AC ചെയറാണ്. ഈ എക്സിക്യൂട്ടീവ് ചെയർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2 ബോഗികളാണുള്ളത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് കോച്ച് പൊസിഷൻ 7ഉം 8ഉം ആണ് കേട്ടോ. കോച്ച് പൊസിഷൻ 7 and 8. ഇവിടെയാണ് ഈ എക്സിക്യൂട്ടീവ് ചെയർ വരുന്നത്. അബിയോട് ഞാനിങ്ങനെ പറഞ്ഞു ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അബി ഉടനെ അത് പെട്ടെന്ന് എല്ലാ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. ആദ്യം ഇവിടുന്ന് കോട്ടയത്തുനിന്ന് കോഴിക്കോട്ടിലോട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പിന്നെ അബിയുടെ സ്വാധീനം ഉപയോഗിച്ച് അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നേരെ കൺഫേംഡ് ആക്കി. ചുമ്മാ പറഞ്ഞാട്ടോ, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നേരെ കൺഫേംഡ് ആയിട്ട് അവർ ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് നേരം കഴിയുമ്പോൾ അബി പറഞ്ഞു അത് ആയിക്കോളൂ എന്ന് പറഞ്ഞു, കൺഫേംഡ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. കാലിക്കറ്റിൽ നിന്ന് കോട്ടയത്തോട്ടുള്ളത് നമുക്ക് കൺഫേംഡ് ടിക്കറ്റ് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം നമ്മൾ പ്രീ ഓർഡർ ചെയ്തായിരുന്നു. നോൺ വെജും വെജും ഉണ്ടായിരുന്നു. നമ്മൾ നോൺ വെജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. 7:27 ഈ ട്രെയിൻ വരുന്നത്. ഇത് അബി പറഞ്ഞത് ഇത് ട്രെയിൻ ഓൺ ടൈം ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ വന്നിവിടെ എല്ലാം സെറ്റിൽ ആയിക്കണമെന്ന് പറഞ്ഞു. പിന്നെ തന്നെയല്ല നമ്മളിത് ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ നമ്മളെല്ലാവരും കയറുന്നത്. ഇപ്പോൾ ഈ പിള്ളേരെല്ലാവരും ഇതുണ്ട്, എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കോട്ടയം എവിടെയാണ്? ഇത് കോട്ടയം കാണുന്നത് ഇത് എവിടെയാണോ? അത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അത് പ്ലേസ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഞാനും ലോറയും കൂടെ ഒരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇവിടെ വാട്ടർ ബോട്ടിലിന് 15 രൂപയാണ് കേട്ടോ. അത് വലിയ റേറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ 15 രൂപയാണ്.
യെസ് യെസ് യെസ്. ഏക്ക് നോർമൽ പ്ലെയിൻ വാട്ടർ. നമ്മൾ ഹിന്ദിയിലൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ആ ചേട്ടൻ ഹിന്ദിയാണ്. കിത്തന? അയ്യോ, പുള്ളി തിരിച്ച് മലയാളത്തിലാണ് പറയുന്നത്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. എന്താ, പാലരുവി എക്സ്പ്രസ്സിൽ. പാലരുവി. ആഹാ, അടിപൊളി. പക്ഷെ എൻ്റെ പൊന്നെ, കൊള്ളാലോ. ആൾക്കാരെല്ലാം ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. സെക്കൻഡ് ക്ലാസ് ആണിത്. ആൾക്കാരെല്ലാവരും ഡോറിൽ നിൽക്കുന്നു. നമ്മുടെ ഇത് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ചെയർ. ഇതുണ്ട്, ഇത് ടൂട്ടിക്കോറിൻ പാലക്കാടാണ് കേട്ടോ. ഞങ്ങളിത് ആലോചിക്കുന്നു, ഇതെന്താ ഈ സംഭവം. ഈ ടൂട്ടിക്കോറിൻ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അനൗൺസ്മെന്റ് ചെയ്തു. അതവിടെ ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് പാലക്കാട്ടിലോട്ട് പോകുന്നതായിരിക്കും. കൊള്ളാം, അടിപൊളി. നമ്മളിപ്പോൾ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കോട്ടയത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നൊരു ഓർമ്മയുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇതിപ്പോൾ അവർ പറയുവാണ് ഈ AC ചെയർ ഏതൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഈ 7, 8 എക്സിക്യൂട്ടീവ് വരുന്നത്. ആർ യു എക്സൈറ്റഡ്? നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ എണീറ്റിട്ടാണ് നമ്മൾ പാലയിൽ നിന്ന് നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നത്. നമുക്കൊരു അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സും കൊണ്ട് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നു. നമ്മുടെ ട്രെയിൻ വന്നേ. അപ്പോൾ ഗൈസ്, അടിപൊളി. ഇതാണ് വന്ദേ ഭാരത്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത് വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വന്ദേ ഭാരത് വന്നേ. ഇതന്നെ എല്ലാരും പകച്ചു നിൽക്കുന്നേ. ഇതുണ്ടോ, നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് 7 and 8. അതാണ് എക്സിക്യൂട്ടീവ് വരുന്നത്. എവിടെയാണ് ഡോർ തോലെ അറിയത്തില്ല. ആക്ച്വലി നമ്മുടെ ഞാനിപ്പം അയച്ചു തന്നില്ലായിരുന്നോ നമ്മുടെ ഇത്. മോനെ ചാടി കയറണം കേട്ടോ. കയറി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അയ്യോ എൻ്റെ അമ്മേ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രശ്നമല്ല, അതിൻ്റെ നമ്മൾ ബുക്കിങ്ങിൻ്റെ സീറ്റ് അലൊക്കേഷൻ വന്നേക്കുന്നത് കറക്റ്റ് അല്ല. ആക്ച്വലി ഉണ്ടല്ലോ, ഞങ്ങളിത് CAയിലാണ് കയറിയത്. നമ്മളിനി നേരെ E1 പോകണം. ഇതാണ് എക്സിക്യൂട്ടീവ്. അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കേട്ടോ, എല്ലാം നല്ല കുറച്ച് പിടിച്ചൊക്കെയാണ് കിട്ടുന്നത്. നമ്മളിതിൻ്റെ അത് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലൂക്കാസ് ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, നിഷേൻ ലവറയും അപ്പുറത്തെ ചെയറിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് കൺഫേംഡ് ആയത്. കൺഫേംഡ് ആയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഇവിടെ എല്ലാം സീറ്റ് അലോക്കേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഈ AC എക്സിക്യൂട്ടീവ് ചെയർ 2 ബോഗിയും ഫുള്ളാണ്. പിന്നെ ചെയ്യും, ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മളിവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ 3 hours ഉള്ളല്ലോ, നമ്മളവിടെ എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം നമ്മൾ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ വെജ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിട്ടിപ്പോൾ അവർ നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് കയറിയുള്ളല്ലോ. അപ്പം നമ്മളോട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഓർഡറും കാര്യങ്ങളും എന്തൊക്കെയാണ്. ലൂക്കാസ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, നല്ല സൗകര്യമാണ് കേട്ടോ. ഇത് മൂവ് ചെയ്ത് അത്ര അങ്ങനെ വലിയൊരു ഇത് പതുക്കെയാണോ പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. പതുക്കെയാണോ? എളുപ്പിച്ചെങ്കിൽ കഴിയുമ്പോൾ നല്ല സ്പീഡിൽ പോകുമായിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്തെ ലെഗ് സ്പേസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനൊരു 6 feet ഉള്ള ഒരാളാണേലും ലെഗ് സ്പേസ് നല്ല അടിപൊളിയാണിത് കേട്ടോ.
ഉണ്ടോ ലൂക്കസിനൊക്കെ ആണെങ്കിലും കാലൊക്കെ വിരിച്ച് നല്ല സുഖമായിട്ടിരിക്കാം. പിന്നെ അവർക്ക് ആദ്യത്തെ ഒരു കയറിയതിൻ്റെ ഒരു 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 എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെയൊക്കെ തന്നെയാണോ, ഇതിൻ്റെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ. കാരണം നമ്മുടെ സിംഗപ്പൂരിലെ ട്രെയിനും ഈ ട്രെയിനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യത്തില്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ അതൊരു അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും ആ ഒരു ലക്ഷറിയൊക്കെ അവിടെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. സിംഗപ്പൂരിലെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് എ ടു പോയിൻ്റ് ബി ഡെയിലി നമ്മൾ ഒരു ട്രാവൽ ചെയ്യാന്നുള്ളൊരു സംഭവമല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിനുപരി നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് അതിൻ്റെ ഒരു ലക്ഷറി ഉണ്ട് ഈയൊരു. അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിന് അത്ര അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിത് ഫുഡ് കിട്ടിയിരിക്കുന്നു. ഇതെന്താ ഇതൊരു ട്രോപ്പിക്കാന, ഒരു ഗുവാവ, ഒരു ജ്യൂസ്, പിന്നെ ഇതൊരു നല്ലൊരു കുഞ്ഞൊരു പഴം. പിന്നെ ഇതെന്താണെന്ന് നോക്കണം, ഇതെന്താണെന്ന് നോക്കണം. ഞാൻ ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ രാവിലെയല്ലേ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇടിയപ്പം ഉണ്ട്, പിന്നെ ഇത് മുട്ട, പിന്നെ ഇതൊരു ഉഴുന്നോടെയുണ്ട് നോക്കി, പിന്നെ ഇതൊരു സ്വീറ്റാണ്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നൈസ് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ലപോലെ ഇങ്ങനെ കുഴച്ച് നമുക്കിത്, ഈ സ്പൂൺ നല്ല സ്പൂണാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. അടിപൊളിയാണ്. അപ്പം നമ്മൾ വന്ദേ ഭാരതിൽ കയറിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഗൈസ്. അടിപൊളി. ഞാൻ ഇത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. പക്ഷെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഹെർബൽ ഹാൻഡ് സാനിറ്റൈസർ കൊടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി കാണുന്ന രീതി വെച്ചിരുന്നതല്ലേ നമ്മൾ കഴിച്ചു തീരുന്നതിന് മുമ്പ് നമുക്ക്, അല്ല കഴിക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ സാനിറ്റൈസർ യൂസ് ചെയ്യായിരുന്നു. ഇതൊന്നിപ്പോൾ ഞാനിത് ഈ ഒരു വട ഇതെന്താ, ഇത് കുഞ്ഞൊരു വട കേട്ടോ. നല്ല ചെറിയ ചൂടുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, നല്ല അടിപൊളിയാണ്. ഇതുണ്ട്, ഈ വന്ദേ ഭാരതിൻ്റെ ഉണ്ടല്ലോ, ഇവരുടെ ഇതിൻ്റെ അകത്താണ് ഒരു സ്പൂൺ വെച്ച് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫോർ എനി സജഷൻസ് ആൻഡ് കംപ്ലൈൻറ്റ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. അത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മൊബൈൽ നമ്പറോ ടോൾ ഫ്രീ നമ്പറോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഓവറോൾ ഇറ്റ്സ് വെരി ഗുഡ്. നല്ലൊരു വൃത്തിയുണ്ട്. നമുക്ക് വൃത്തിയാണല്ലോ ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ ടേസ്റ്റ്, ഫുഡിന് നല്ല ടേസ്റ്റാണ്. ഫുഡ് എങ്ങനെയുണ്ട്? എന്താണോ ലോറ ഇവിടെ ലോറയ്ക്ക് മാത്രമേ ഉള്ളൂ വിൻഡോ സീറ്റ് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇടിയപ്പം മുട്ടക്കറി ഉണ്ട്. നിനക്ക് വടയില്ലായിരുന്നു അല്ലേ? അവിടെ ഇരുന്ന ലോറ ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നു. അതെ അതെ, ആ പഴം കൂടെ കഴിച്ചു. ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ ടെൽ യു. വെയിറ്റ്. ഞാനിപ്പോൾ ലോറയുടെ സീറ്റ് കൈയടക്കി ഞാൻ ഇവിടെ വിൻഡോ സീറ്റിൽ ഇരിക്കുകയാണ്. വിൻഡോ സീറ്റിൽ ഇരുന്ന് പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു സംഭവമാണ്. നിങ്ങൾ വന്ദേ ഭാരത് ഒക്കെ എടുക്കണമെന്നുണ്ടല്ലോ, വിൻഡോ സീറ്റ് എടുക്കണം, എക്സിക്യൂട്ടീവ് ചെയർ എടുക്കണം. പിന്നെ മോർണിംഗ് ടൈം ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ കിടക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് അടിപൊളി സംഭവം കേട്ടോ. മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യുക. ഇപ്പം ഇവിടെ സമയം 8:15, അതായത് 8:14. ഇപ്പം നമ്മൾ കോട്ടയത്തു നിന്ന് കയറിയ 7:27 കയറിയതല്ലേ, എന്നിട്ടിപ്പോൾ എറണാകുളത്തെത്തി. അടിപൊളി. ഈ ട്രെയിൻ ഭയങ്കര പതുക്കെയാണോ പോകുന്നതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട് കേട്ടോ. ചിലപ്പോൾ ഇതായിരിക്കും, ഇത് ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നതായിരിക്കും. നമ്മളിപ്പം എറണാകുളം സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നേരം ഇവിടെ കിടന്നിട്ടായിരിക്കും പിന്നെ അടുത്തത് പോകുന്നത്. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പോകുന്നത്, പക്ഷേ ഇത് കോട്ടയത്ത് അധികം നേരം നിർത്തിയില്ലായിരുന്നു. ാണ് ഇവർ ഈ ഫുഡെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതായത് ഈ ഓരോ ബോക്സ് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്. അവരതെടുത്തിട്ട് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഓരോ ട്രേക്കകത്ത് ഓരോ സാധനങ്ങളിട്ട് അത് സെർവ് ചെയ്യും. ഇത് ഓരോ സ്റ്റേഷനിലും അവർ പുതിയ ആൾക്കാർ കയറത്തില്ലേ, അപ്പോൾ ആ ഓരോ സ്റ്റേഷനിൽ കയറുന്ന ആൾക്കാർക്ക് കൊടുക്കാനാണ്. ലൂക്കാസ് ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കുന്നു, ലോറ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ, പെയിൻറ്റിങ് ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ. ലോറ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇത് സെൻസറൊന്നുമില്ല, എടുത്തിട്ട് നമ്മൾ ഇടിക്കും. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇപ്പം നല്ല വെയിലാണ് ഈ സൈഡിൽ. അപ്പോൾ ഈ ഒരു ബ്ലൈൻഡ്സ് അത് ഇങ്ങനെ താക്കുക.
കണ്ടോ, താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല, പക്ഷെ അടിപൊളിയാണ്, വെയിലടിക്കത്തില്ല. ഒരു 2 ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് ഇതുവരെ അത് കിട്ടിയില്ല. ഈ ഇവിടെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിലെ പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പം അസിസ്റ്റൻസ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതായത് ബേസിക്കലി ഇവർ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് ചോദിക്കണം, അയ്യോ ഇതൊന്നുകൂടെ തരാമോ, അല്ലെങ്കിൽ നമ്മുടെ ചായ ഉടമരയായി എന്നൊക്കെ. ഇതിനകത്ത് ചാർജിങ് പോർട്ടില്ല കേട്ടോ, അതെന്താണ് അങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ഇത് വല്ല സേഫ്റ്റി റീസൺസും കൊണ്ടാണോ ഇതില്ലാത്തതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം ചായ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോലെ ആ ഒരു ട്രോളിക്കകത്താണ് വരുന്നത് സംഭവം. വാട്ടർ അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ കിട്ടുന്നതാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താ ഇത്, ഇതിങ്ങനെ കോഫി ലാറ്റെ, ഇതൊരു ഷാഷേ പോലത്തെ ഒരു സംഭവമാണ് ഇത്. അത് ശരി, പൊടി നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് അവർ ചെറിയ ചൂടുവെള്ളം വെച്ച് തരും. അയ്യോ ചായ ഭയങ്കര ശോകം കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മൾ ഈ പൊടി ഇട്ടിട്ടുള്ള ചായ നമ്മളങ്ങനെ കുടിക്കാറില്ലല്ലോ. ഇതെങ്ങനെയായിരിക്കുന്നു. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ 9:30 കേട്ടോ, ഷാർപ്പ് 9:31. ഓക്കെ, എനിക്കൊന്ന് ഓൺ ടൈം ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പം ആൾക്കാരെല്ലാം ഇറങ്ങുന്നു. അത് ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും കയറുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഇതുണ്ട്, ഇവർ നമുക്ക് ഫ്രീ ബോട്ടിൽ വെള്ളമൊക്കെ തരും കേട്ടോ. ഇതുണ്ട്, ടു ബുക്ക് ഫുഡ്. അതുകൊണ്ട് ഈ കേറ്ററിംഗ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമ്മൾ പോയാൽ മതി. പിന്നെ റെയിൽ നീർ, അതാണ് ഇതുണ്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ പേര്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ. കൊള്ളാലോ. ബെസ്റ്റ് ബിഫോർ 6 months ഫ്രം ദ മാനുഫാക്ചറിങ്. 1.5 ലിറ്റർ ആണ് ഈ ബോട്ടിൽ കേട്ടോ. ഗൈസ്, ഇതിപ്പം ഷൊർണൂർ എത്തി കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ആഹാ, കൊള്ളാലോ. എനിക്ക് പേടിയാണ്, ഞാനിങ്ങോട്ട് ഇറങ്ങാനൊക്കെ പേടിയാണ് കേട്ടോ. നമ്മൾ അതിസാഹസികമൊന്നും കാണിക്കുന്നില്ല, കാരണം ഇത് ഓട്ടോമാറ്റിക് ഡോറാ, ചാടി കയറാനൊന്നും പറ്റില്ല. അടച്ചു. ആഹാ, അടിപൊളി. ഈ ഗ്ലാസ് ഒക്കെ ഭയങ്കര വൃത്തികേടായിട്ടോ ഇരിക്കുന്നത് കേട്ടോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ലോറയ്ക്ക് വിശന്നു അല്ലേ. ലോറയ്ക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് ഇവിടെ കഴിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പഴമുണ്ട്, ഇടിയപ്പം ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ ചോക്കോ ബൈറ്റ് അതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഭയങ്കര നല്ല സർവീസാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പത്രം വായിച്ചോണ്ടിരിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ ആണോ ഇത്? ഒന്നും വായിക്കാനില്ല, അവൻ്റെ ഒരു ബുക്ക് അവൻ വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ എന്താണ് വായിക്കുന്നത് ചോദിച്ചിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആശം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ കോഴിക്കോട് എത്താൻ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഇറങ്ങാൻ പോകണം ഗൈസ്. ആക്ച്വലി വന്ദേ ഭാരതിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ട് കേട്ടോ. വൈഫൈ അത് കണക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് യു നീഡ് ടു പർച്ചേസ് ദാറ്റ് വൺ. ഈ കോഴിക്കോട് സ്റ്റേഷനിലുണ്ടല്ലോ കുറച്ച് നേരം നിർത്തത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഈ ഡോറിൻ്റെ അടുത്ത് അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഡോറിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തി. കോഴിക്കോട്ടിൽ നിന്ന് നമ്മളിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ പറയാം. ആദ്യം ഈ വന്ദേ ഭാരതം ഒന്ന് ഇറങ്ങട്ടെ. പെട്ടെന്ന് വന്നതുപോലെ കേട്ടോ, പതുക്കെയാണ് വണ്ടി ഓടിച്ചത്. അയ്യോ. അപ്പോൾ ഗൈസ് ഇതാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നിറങ്ങി. വന്ദേ ഭാരത് ബൈ ബൈ. ട്രെയിനിൽ ഇരുന്നു നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു കേട്ടോ. ഓക്കെ, സി യു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ? നല്ലതല്ലായിരുന്നോ? അതെ, ഇതാണ് ഗൈസ്, ഇതാണ് വന്ദേ ഭാരത്. അപ്പം നമ്മൾ ഈ EC1 EC2 ആണ് നമ്മൾ ഇറങ്ങിയത്. വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, കാരണം പറയാതിരിക്കാൻ പറ്റിയല്ല. ഭയങ്കര കംഫർട്ട്. നമ്മൾ 7:30 കയറിയിട്ട് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ സമയം കാണിച്ചിരാവേ 11:15. ആ ഓൺ ടൈമിലാണ് ഇവിടെ വന്നത്. ആക്ച്വലി തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. പിന്നെ അത് ഇതുണ്ട്, ഓരോ സ്ഥലത്ത് നിർത്തുന്ന ഒക്കെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം AC ചെയർ.
പിന്നെ ഇതെവിടെ എക്സിക്യൂട്ടീവ് ഉള്ളത്. അടിപൊളിയല്ലേ? അപ്പോൾ വന്ദേ ഭാരതിൻ്റെ കോട്ടയം ടു കാലിക്കറ്റ് എഡിഷനാണ്. അടിപൊളി സംഭവമാണ് ഇത്. നിങ്ങൾ നാട്ടിലൊക്കെ വരുവാണെങ്കിൽ ഈ വന്ദേ ഭാരത് എടുത്ത് ചുമ്മാ എങ്ങോട്ടേലും പോവുക, കാലിക്കട്ടോ കണ്ണൂരോ എങ്ങോട്ടേലും പോവുക. അപ്പോൾ ഇത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫുഡ് കൊള്ളാം, അതിൻ്റെ അകത്ത് വൈഫൈ ഉണ്ട്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് ഇല്ലായിരുന്നു, അത് മാത്രമില്ലായിരുന്നു, ബാക്കിയെല്ലാം അടിപൊളിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫുഡ് ചോദിച്ചപ്പോൾ അവർ ഫുഡും തന്നു. അപ്പോൾ ബുക്ക് ചെയ്യുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കത്തക്ക രീതിയിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും സീറ്റ് കൺഫേം ആക്കുക. അപ്പം കോട്ടയം ടു കാലിക്കറ്റിലെ ഒരു അടിപൊളി ഒരു വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചത്. എല്ലാവരും വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളിനി നേരെ കാലിക്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കാലിക്കറ്റിൽ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കാലിക്കറ്റിൽ നിന്നും ദിസ് ഈസ് ടോണി ചാൻ സിംഗപ്പൂർ സൈനിങ് ഔട്ട്. ബൈ.